ഡോക്ടർ ഹാരിസിനെ കൊടുക്കാൻ തന്നെയാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത്? ഇന്നലെ ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 2 ഡോക്ടേഴ്സ് വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനാണ് അവർ ആഗ്രഹിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇവരുടെ പ്ലാൻ എന്താണ് ഡോക്ടർ ഹാരിസിൻ്റെ കാര്യത്തിൽ? തീർച്ചയായിട്ടും ഷിബിലി, ഞാൻ നേരത്തെ തന്നെ നമ്മുടെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ ഹാരിസിനെ ഈ ഗവൺമെൻറ്റോ ഈ സിസ്റ്റമോ ഒന്നും വെറുതെ വിടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു കഫീൽ ഖാൻ ആകാൻ പോകുന്ന ഒരാളാണ് ഈ ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നത്. കഫീൽ ഖാനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഉത്തർപ്രദേശിൽ ഓക്സിജൻ കിട്ടാതെ ഒരു ഹോസ്പിറ്റലിൽ കുട്ടികൾ പിടഞ്ഞു മരിക്കുന്നു എന്ന് പറയുന്ന കാര്യം പൊതുജനങ്ങളോട് വിളിച്ചു പറയുകയും സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടി ഓടുകയും ചെയ്ത ഒരാൾക്ക് എന്താണ് ഇന്ത്യയിൽ കിട്ടിയതെന്ന് ചോദിച്ചാൽ അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ജോലി പോയി, അദ്ദേഹത്തിൻ്റെ അനിയൻ ആക്രമിക്കപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ കുടുംബം അനുഭവിക്കാത്ത ദുരിതങ്ങളൊന്നുമില്ല. ഇപ്പം അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത്, ബാംഗ്ലൂരിൽ എവിടെയോ ജോലി ചെയ്ത് ജീവിക്കുകയാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ സിസ്റ്റത്തിനെതിരെ നിൽക്കുന്നവർ, അവർക്ക് വലിയ പിന്തുണയുണ്ടെങ്കിൽ പോലും അനുഭവിക്കേണ്ടി വന്നത് എന്താണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഹാരിസിലേക്ക് വരാം. നമ്മളിപ്പോൾ 2 പേരുടെ അനുഭവങ്ങൾ എടുക്കാം. ഒന്ന് ഡോക്ടർ സിസ തോമസ്. അവരെ ഗവർണർ വൈസ് ചാൻസലറായി അപ്പോയിൻറ്റ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചു? അവർ റിട്ടയർ ചെയ്തിട്ട് പോലും അവരുടെ ഒരു ആനുകൂല്യം കിട്ടിയില്ല. പെൻഷൻ മേടിക്കാനും റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ കിട്ടാനും അവർ ഹൈക്കോടതി കയറി ഇറങ്ങേണ്ടി വന്നു. ഇനി നമുക്കറിയാലോ, ജേക്കബ് തോമസ് എന്ന് പറയുന്ന കറപ്റ്റ് അല്ലാത്ത ഒരു ആൾ എന്ന് പേര് കേട്ടിട്ടുള്ള ജേക്കബ് തോമസ്, അദ്ദേഹം വിജിലൻസിൻ്റെ ഒക്കെ ഡയറക്ടറായിരുന്നു. എവിടെ നിന്നാണ് ഏറ്റവും ഒടുവിൽ റിട്ടയർ ചെയ്തത്? ഒരു സാധാരണ കമ്പനിയുടെ MD ആയി അദ്ദേഹം റിട്ടയർ ചെയ്യേണ്ടി വന്നു. എന്താണ് കാര്യമെന്നറിയാലോ? സിസ്റ്റത്തിന് അവരെ പിടിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ സിസ്റ്റത്തിനോ നമ്മുടെ ഗവൺമെൻറ്റുകൾക്കെതിരെയോ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിമർശനമുണ്ടെങ്കിൽ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ചുരുക്കം. ഒരു സംശയവുമില്ല, ഇത് ഹാരിസിനെ കള്ളനാക്കാനുള്ള ഒരു ശ്രമമാണ്. അതിൻ്റെ ഒരു പുകമറ സൃഷ്ടിച്ചു നോക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ അത് തൊടാതെ വിഴുങ്ങുമെങ്കിൽ അവരടുത്ത ആയുധവും കൂടി പുറത്തെടുത്താനെ. കാരണം ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ ഈ 2 ഡോക്ടേഴ്സും വന്ന് പറഞ്ഞത് എന്താണ്? ഒന്ന്, അവർ ഇദ്ദേഹത്തിനെതിരെയുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് വായിക്കാൻ തീരുമാനിച്ചു. അത് മുഴുവൻ വായിക്കുന്നതിന് മുമ്പ് പറഞ്ഞു വന്നിട്ട് ഇദ്ദേഹം ഏതോ മോസിലോസ്കോപ്പ് എന്ന് പറയുന്ന, നെഫ്രോസ്കോപ്പ് എന്ന് പറയുന്ന ചില ഉപകരണങ്ങളുണ്ട്, അതിലൊരെണ്ണം മാറ്റി അവിടെ നിന്ന് കാണാതായി. ആ കാണാതായി എന്ന് പറഞ്ഞപ്പോഴേക്കും അതിന് പാർട്ട്ലി കാണാതായതാണെന്ന് ഇദ്ദേഹം തന്നെ സമ്മതിച്ചു എന്ന് പറയുന്ന ചില മൊഴികളുണ്ട് എന്നൊക്കെ പറയുന്നു. എന്തു ആയിക്കോട്ടെ, ഈ പറയുന്ന കാര്യം ഇദ്ദേഹത്തിൻ്റെ ഈ മോസിലോസ്കോപ്പ് കാണാതായെന്നും ഇദ്ദേഹം അത് എറണാകുളത്തെ ഒരു കമ്പനിയിൽ നിന്ന് വില കൊടുത്ത് വേറൊരെണ്ണം മേടിച്ചു വെച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ, എന്ന് പറഞ്ഞ ഒരു കള്ളത്തരം ഈ ഹാരിസ് കാണിച്ചു എന്ന് പറയുന്ന തോന്നൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിച്ചത്. അതിൽ തന്നെ അവിടെ നിന്ന് കിട്ടിയത് ഈ പറഞ്ഞ പോലെ ബില്ലല്ല. ഇപ്പം നമ്മൾ സാധാരണ ഈ ബില്ലിന് പകരം ബില്ലില്ലാത്ത കടകളിലോ അല്ലെങ്കിൽ ബില്ല് വേണ്ടാത്ത സമയത്തൊക്കെ വെറുതെ ഒരു ഇതിൽ എഴുതി തന്നെ പോലെ മോസിലോസ്കോപ്പ് 3 എണ്ണം എന്ന് എഴുതിയിട്ടുള്ള ഒരു സ്ലിപ്പാണ് അവിടെ നിന്ന് കിട്ടിയത്. ഒരു ഈ പറഞ്ഞ പോലെ ഡെലിവറി സ്ലിപ്പാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ലിപ്പ് കിട്ടിക്കൊണ്ട് ഒരു പുകമറക്കുള്ളിൽ നിർത്താനാണ് ശ്രമിച്ചത്. ഇനി യഥാർത്ഥത്തിൽ എന്താണ് ഈ ഹാരിസ് പറഞ്ഞതെന്ന് ഓർക്കേണ്ടത് നിങ്ങൾ. ഹാരിസ് പറഞ്ഞത് 3 കാര്യങ്ങളാണ്. അത് ഇവിടുത്തെ ജനത്തിന് വേണ്ടി പറഞ്ഞതാണ്. പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ സൂയിസൈഡ് ആയിരിക്കും, എൻ്റെ ആത്മഹത്യയായിരിക്കും എൻ്റെ തൊഴിലിൽ ഞാൻ ചെയ്യുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ജനത്തിന് ഒന്നും സപ്പോർട്ട് ചെയ്യാൻ സമയമില്ല. കുറച്ചതിൻ്റെ ഗ്രാവിറ്റി കുറയുമ്പോൾ ഇതിൻ്റെ വീണ്ടും അയാൾക്കെതിരെ പല കേസുകളും നുണകളും ഒക്കെ ആയിട്ട് ഇവരെത്തും. ഏറ്റവും ആദ്യം ഇതിനെ വീണ ജോർജ് എതിർക്കുന്നു, നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി. കുറച്ച് കഴിഞ്ഞപ്പോൾ ജനം മുഴുവൻ എതിരാണെന്ന് പറഞ്ഞപ്പോൾ വീണ ജോർജ് എന്ത് ചെയ്യുന്നു? ഇദ്ദേഹം നല്ല ഡോക്ടറാണെന്ന് പറയുന്നു, വളരെ നല്ല മനുഷ്യയാണെന്ന് പറയുന്നു. ഈ നല്ല മനുഷ്യയാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഈ പണി കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഷിബിലി. ഇദ്ദേഹം പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട് കേട്ടോ, അതിപ്പോഴും ഒഴിവായിട്ടില്ല. ഒന്ന്, അദ്ദേഹം പറഞ്ഞതാണ് രോഗികൾക്ക് സർജറി നടത്താൻ കഴിയാത്തത് ഉപകരണങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. രണ്ടാമത്തത്, ആ ഉപകരണങ്ങൾ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും സംഘടിപ്പിക്കാൻ വേണ്ടി രോഗികളുടെ അടുത്ത് നിന്ന് പണപ്പിരിവ് നടത്താറുണ്ട് എന്ന യാഥാർത്ഥ്യം അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. തുറന്നു പറയാത്ത 2 ഡോക്ടേഴ്സാണ് ഇന്നലെ വന്നിരുന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിന് വലിയ ജനപിന്തുണ കിട്ടുന്നു, മാധ്യമങ്ങളുടെ പിന്തുണ കിട്ടുന്നു എന്ന് മനസ്സിലായപ്പോൾ പതുക്കെ ഒന്ന് പിൻവലിയുന്നു. പക്ഷെ ഇവർ തക്കം പാർത്ത് കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയാണ്. സമയം കിട്ടിയാൽ കയ്യും കാലും തല്ലി ഓടിക്കാൻ. അതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ നടത്താൻ. അതാണ് ഇന്നലെ കണ്ടത്. പക്ഷെ അത് ഫലിക്കാതെ പോയി. കാരണം മാധ്യമങ്ങൾ കൃത്യമായിട്ടുള്ളത് കൊണ്ടിട്ട് അത് എന്ത് ചെയ്യാതെ പോയി, അത് കൃത്യമായ തിരക്കഥ അല്ലാതെ പോയി. ഇനി ഇതിനപ്പുറത്ത് വേറൊരു വിഷയം കൂടി ഉണ്ട് ഷിബിലി. അതെന്താണെന്നറിയോ? ഇദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതും ഈ പറയുന്ന ഒരു ഒളിയമ്പം കൂടി ഇതേക്കണേണ്.
ആ ഒളിയമ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം മാറ്റിവെച്ചിട്ടുള്ള ശസ്ത്രക്രിയകൾ നടത്താൻ ബദൽ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ശസ്ത്രക്രിയകൾ തൊട്ടടുത്ത ഡിപ്പാർട്ട്മെന്റുകളിൽ വേറെ നടന്നിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഷിബിലി ഇങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതി വെക്കണം? യഥാർത്ഥത്തിൽ അങ്ങനെ റിപ്പോർട്ട് ഈ 4-5 പ്രമുഖരായിട്ടുള്ള ഡോക്ടേഴ്സാണ് അന്വേഷിച്ചെങ്കിൽ അവർ കൃത്യമായിട്ട് റിപ്പോർട്ട് എഴുതണ്ടേ? ഇത് ഈ മറ്റേ ഉപകരണങ്ങളില്ല എന്ന് പറഞ്ഞ് ഈ ശസ്ത്രക്രിയ മാറ്റിവെച്ചത് ഡോക്ടർ ഹാരിസ് കാണിച്ച പോക്കൃത്തരമാണ് എന്ന് എഴുതണ്ടേ? അത് തെറ്റാണ്. കാരണം തൊട്ടപ്പുറത്ത് മെഡിക്കൽ കോളേജിലെ തൊട്ടപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റിൽ ഇതിന് പകരം ഉപയോഗിക്കാവുന്ന ഇന്നിൻ്റെ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എഴുതി വെക്കണ്ടേ? അല്ലാതെ വളരെ ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലായോ? ഇദ്ദേഹം മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ അതേപോലെയുള്ള ശസ്ത്രക്രിയകൾ തൊട്ടടുത്ത ഡിപ്പാർട്ട്മെന്റിൽ നടത്തിയെന്നും അവിടെ ബദൽ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? അപ്പൊ ഇതെല്ലാം തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആരോഗ്യമന്ത്രിയുടെയും ഭരണകൂടത്തിൻ്റെയും ഒക്കെ ഇച്ഛകൾക്കനുസരിച്ച് എഴുതി കൊടുത്തേക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ 100% ഉറച്ചു വിശ്വസിക്കുന്നു. ഷിബിലി കണ്ടോളൂ, ഇദ്ദേഹത്തിനെതിരെ ഇനി ഇല്ലാത്ത പല ആരോപണങ്ങളും ഒക്കെ വരും. ഇനി ഇതിൻ്റെയൊക്കെ കാര്യം എന്താണെന്നറിയാമോ ഷിബിലി? ആന്തൂർ സാജൻ എന്ന് പറയുന്ന ഒരു ആള് 18 കോടി രൂപയ്ക്ക് ഒരു കൺവെൻഷൻ സെന്റർ തുടങ്ങിയിട്ടുള്ള ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഏത്? അവിടെയുള്ള മുനിസിപ്പാലിറ്റി ഈ പറയുന്ന ഗോവിന്ദ മാഷ്ട ഭാര്യ ശ്യാമള എന്ന് പറയുന്ന പുള്ളിക്കാരിയൊക്കെ പെർമിഷൻ കൊടുക്കാത്തതുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം മരിക്കേണ്ടി വന്നു. എത്ര പ്രോഗ്രാം അദ്ദേഹം ബുക്ക് ചെയ്തു, ലാസ്റ്റ് അവരോട് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. അങ്ങനെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇയാളെ കയറി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തതിന് ശേഷം എന്താണെന്ന് അറിയാമോ? ഈ ഒരു ക്രൂരതയുടെ അങ്ങേയറ്റമാണ്. ആന്തൂർ സാജന്റെ ഭാര്യക്കെതിരെ ചില മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തി. ഞാനത് ഇവിടെ പറയുന്നില്ല. അത്തരത്തിൽ ഭാര്യയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് അദ്ദേഹം കയറി ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞു. 500ഓളം വരുന്ന, എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം 500ഓളം വരുന്ന സഖാക്കൾ അവിടെ പ്രകടനം നടത്തി. ഈ പോക്കൃത്തരം അനുവദിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. എന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പാർട്ടി അതിൽ നിന്ന് പിന്മാറിയത്. ആ പാർട്ടി സർക്കാരിൻ്റെ അകത്തുള്ള ഒരു ഉദ്യോഗസ്ഥനോട് എത്രമാത്രം തീക്ഷ്ണമായിട്ട് പെരുമാറുമെന്ന് നമ്മളൊന്ന് വിചാരിച്ചു നോക്കിയാൽ പോരെ. ഇനി ഇതൊക്കെ പോട്ടെ, സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന പാർട്ടിയോട് ഒരു തെറ്റും ചെയ്യാത്ത പാർട്ടിയിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ചെറിയ ആളുകൾ ഒരു പോക്കൃത്തരം കാണിച്ചു ഒരുത്തരെ കൊന്നുകളഞ്ഞു. 3 ദിവസം പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞു. യഥാർത്ഥത്തിൽ ആ പീഡിപ്പിച്ച് കൊന്നവരെ പാർട്ടിക്കാട് വിടാം. കാരണം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർമാരോ സംസ്ഥാന നേതാക്കന്മാരോ ഒന്നും അല്ല അവർ, മനസ്സിലായി? ആരുടെയും മക്കളുമല്ല. പക്ഷെ പാർട്ടി അവരെ പോലും സംരക്ഷിക്കാൻ തയ്യാറായി. കാരണം എന്താണ്? വയനാട്ടിലെ മുൻ ജില്ലാ സെക്രട്ടറി അടക്കം അവിടെ ചെന്ന് എന്ത് ചെയ്തു? ശശീന്ദ്രൻ അടക്കം ചെന്ന് അവിടെ ചെന്ന് എന്ത് ചെയ്തു? ആളുകളെ ഇറക്കി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി പാർട്ടി. അതായത് നിങ്ങൾ പാർട്ടിക്കാരനാണെങ്കിൽ ചുവപ്പ് ഷർട്ട് ഇട്ടാൽ, പണ്ട് മറ്റേ നമ്മുടെ നടനും സംവിധായകനുമായിട്ടുള്ള ജോയ് ഉണ്ടല്ലോ, പുള്ളി ഒരു ഇത് പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് മറ്റേ ചുവപ്പ് ഷർട്ട് ഇട്ടു ഇനിയൊന്നും പേടിക്കാനില്ലെന്നാണ്. ആ ലെവലിലുള്ള ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് ആ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ക്രൂരമായി കൊല്ലപ്പെട്ടിട്ടുള്ള ആ വിദ്യാർത്ഥിക്ക് പോലും പിന്നീട് കേൾക്കേണ്ടി വന്നത് എന്താണ് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ, അതായത് ആ വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചതെന്ന് പറയുന്ന ഒരു നരേറ്റീവാണ് എന്ത് ചെയ്തത് ഈ ഉണ്ടായത്. ആ സ്റ്റേറ്റിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ സത്യസന്ധമായി, പ്രത്യേകിച്ച് സ്റ്റേറ്റിനകത്ത് ചട്ടം ലംഘനം നടത്തിയെന്ന് വെച്ചാൽ ചട്ടലംഘനം നടത്തി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന ഒരാൾ ഗവൺമെൻറ്റിനെതിരെ പറയാൻ പാടില്ലെന്നാണ്. പക്ഷെ ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത്. കാരണം എന്താ? സ്വന്തം അടുത്ത് എൻ്റെ ജീവൻ രക്ഷിക്കുമെന്ന് വിശ്വസിച്ച് രോഗികൾ ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് എത്തുന്നു. അയാളൊന്ന് ആലോചിച്ച് നോക്കുക. അയാൾക്ക് എല്ലാം ഉണ്ട്, പക്ഷെ ഉപകരണം ഇല്ലാത്തതുകൊണ്ട് മാത്രം അവരുടെ ശസ്ത്രക്രിയകൾ നീട്ടിവെക്കേണ്ടി വരുന്നു. അവരാരെങ്കിലും മരിച്ചുപോയാൽ അതിനേക്കാൾ വലിയ ദുരന്തമല്ലല്ലോ ഷിബിലി ചട്ടം ലംഘിക്കുക എന്ന് പറയുന്നത്. ആണോ? അപ്പൊ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നുകൊണ്ട് ഗവൺമെന്റിനെതിരെ പറയാൻ പാടില്ല. ഗവൺമെന്റിനെതിരെ പറയാനായിട്ട് ഇത് മറ്റേ ഫയലിൽ കുറിക്കാനായിട്ട് എനിക്ക് പേനയില്ലെന്ന് പറയുന്ന കാര്യമല്ലേ ഇത് എന്ന് പറയുന്നത് ഒരാളുടെ ശസ്ത്രക്രിയ അർജന്റായി അടിയന്തരമായി ചെയ്യേണ്ട ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വരികയാണ്. ഞാൻ പറയുന്നത് ഹാരിസിനെ പോലെയുള്ള എല്ലാ ഡോക്ടർമാരും ഏത് ചട്ടവും നിയമവും ലംഘിച്ച് ഇത് പറയണം. കാരണം പറഞ്ഞില്ലെങ്കിൽ ഒരു 10-50 പേരെന്ത് ചെയ്തു പോകും. ഇവിടെ പല ഡോക്ടേഴ്സും ഉണ്ട് ഈ കേരളത്തിൽ. അതായത് ഷിബിലി അറിയേണ്ടത്, അവർക്ക് 4 ദിവസം 5 ദിവസത്തേക്ക് ടൂറ് പോകാനും ട്രിപ്പ് പോകാനും വേണ്ടി മറ്റേ പ്രസവിക്കാൻ കിടന്ന സ്ത്രീകളെയൊക്കെ എന്ത് ചെയ്യുന്നത് 10-30 എണ്ണത്തിന് ഒരുമിച്ച് സിസേറിയൻ നടത്തിയിട്ട് പോയ ആളുകളുണ്ട്. ആ നാട്ടിൽ
രാവിലെ 7 മണിക്ക് 9 മണിക്ക് വന്ന് രാത്രി 11 മണി വരെ സ്വന്തം ഹോസ്പിറ്റലിൽ ഈ രോഗികളെ അദ്ദേഹം വേറെ എവിടെയെങ്കിലും പോയാൽ അദ്ദേഹത്തിന് വലിയ ലക്ഷങ്ങൾ ശമ്പളം കിട്ടും. അത് പോകാതെ ഈ രാജ്യത്തോടും ഇവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യരോടും കൂറുള്ളത് കൊണ്ട് നിൽക്കുന്ന ഒരു ഡോക്ടറെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും പ്രതികരിക്കുന്നില്ല. അവരൊന്നും ഇത് വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഈ നാട് മുടിഞ്ഞു പോകും. ആ കാര്യത്തിലൊരു സംശയമില്ല. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ആൾ പുറത്തു വന്നപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ ഒരു പ്രൊഫഷണൽ സൂയിസൈഡ് ആയിരിക്കും എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരാളെ പെട്ടെന്ന് അങ്ങനെ തളർത്താൻ പറ്റുമോ? പ്രൊഫഷണൽ സൂയിസൈഡ് ആയിരിക്കും. തളർത്തുക എന്ന് പറഞ്ഞാൽ ഷിബിലി അങ്ങനെ തളർത്താൻ വേണ്ടി ഇവർ അങ്ങേറ്റം വരെ നോക്കും. കാരണം എന്താ, ഇയാളൊരു സ്റ്റാറായി മാറുകയും നാളെ ഇയാൾക്ക് വലിയ തോതിൽ അംഗീകാരം കിട്ടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലുള്ള ഡേഞ്ചർ എന്താണെന്ന് ഷിബിലി മനസ്സിലാക്കണ്ട. ഇവരുടെയൊക്കെ നിലനിൽപ്പ് അപകടത്തിലാവും ഈ മന്ത്രിമാരുടെയൊക്കെ. കാരണം എന്താ, ഇതുപോലെ 10ഓ 20ഓ മാതൃകകൾ വേറെ ഉണ്ടാവും. ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇപ്പൊ കഫിൽ ഖാൻ എന്ന് പറയുന്ന ഒരാൾ ഉത്തർപ്രദേശിൽ ഉണ്ടായതിനു ശേഷം അവിടെ പിന്നൊരു കഫിൽ ഖാനും ഉണ്ടായില്ല. എന്താ കാര്യം? നിങ്ങൾ അങ്ങനെ ന്യായത്തിനും നീതിക്കും വേണ്ടി പൊതുജനങ്ങളോടൊപ്പം നിന്നാൽ, ഞങ്ങളുടെ ഒന്നും ഉത്തരവ് കേട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കരിയറിനും ഞങ്ങളുടെ പൊളിറ്റിക്കൽ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾക്കും വേണ്ടി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും എന്ന് കാണിച്ചു കൊടുത്തു. ആ കാണിച്ചു കൊടുക്കലിന്റെ അത്രയും തീവ്രതയിൽ അല്ലെങ്കിൽ പോലും കേരളത്തിലും അതുണ്ടാകും. ആ ഉണ്ടായില്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ വളരെ ലളിതമായിട്ട് ആലോചിക്കും, ഇദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദിച്ചാൽ പോരെ, എന്നിട്ട് നടപടിയൊന്നും എടുക്കാതെ അങ്ങ് വിട്ടാൽ പോരെ എന്ന് ചോദിച്ചാൽ നടപടി ഇപ്പോൾ തൽക്കാലത്തേക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഗവൺമെന്റ് വാനോളം ഉയർന്ന പ്രതിച്ഛായയാണ്. ആ പ്രതിച്ഛായ പിന്നെ ഒന്നുകൂടി ഉയരും എന്ന് വീണ ജോർജിനും അറിയാം, പിണറായി വിജയനും അറിയാം. അതുകൊണ്ട് അവരാരും എടുക്കൂല. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയാമോ? ഇയാളെ ദ്രോഹിക്കുകയും ഇയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇയാളെ ഈ പറഞ്ഞ പോലെ പെൻഷൻ പറ്റാതിരിക്കുകയും ഇയാളുടെ വീട്ടിലുള്ളവർ പോലും എന്തിനാണ് ഈ പഠിക്കുന്നത്, നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഡോക്ടർ ഹാരിസ് ബാർ ഇനിയും ഉണ്ടായാൽ എല്ലാ ഭരണകൂടങ്ങൾക്കും എല്ലാ പാർട്ടികൾക്കും അത് വലിയ വലിയ ഈ പറഞ്ഞ പോലെ പ്രശ്നമാണ്. ആ പ്രശ്നമാകുന്നത് കൊണ്ടാണ് ഇതൊന്നും എന്ത് ചെയ്യാതെ പോകുന്നത്, ചർച്ചയാകാതെ പോകുന്നത്. മറ്റേ പത്രം എന്ന് പറഞ്ഞ സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നായകൻ പറയുന്ന ഡയലോഗ്, മറ്റേ എഴുതി വെച്ചേക്കുന്ന ഗംഭീര ഡയലോഗാണത്. അതായത് മാധ്യമങ്ങളുടെ ഉഷ്ണമാവിന് തണുക്കുവോളം ഈ കേസ് നിലനിൽക്കുമെന്ന് പറഞ്ഞാൽ ഉഷ്ണമാവിന് തണുക്കുമ്പോൾ എന്ത് ചെയ്യും, ഹാരിസ് ക്രൂസിലേറ്റപ്പെടും.